വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. അതിനു മുമ്പ് പരിപാടിയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിൽ തത്സമയം പ്രതികരിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, ആശങ്കകൾ, പരാതികൾ ഇതൊക്കെ അറിയിക്കാനുള്ള അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്താം. നമ്പർ ഇതാണ്: 048428300510. നിങ്ങളുടെ കയ്യിൽ വാർത്തകളുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിൽ വാർത്തകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. പ്രേക്ഷകരുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ അറിയിക്കാം. ആ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള നമ്പർ ഇതാണ്: 6235 96 89 37. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ MLA ഉയർത്തിയ ആരോപണങ്ങളാണ് ഈ വാർത്താ ദിനത്തിലെ സുപ്രധാന വാർത്തകളിൽ ഒന്ന്. മാസപ്പടി ഇടപാടിൽ നടന്നത് വൻ അഴിമതിയെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്നും CMRL മുഖ്യമന്ത്രി നൽകിയ സേവനങ്ങളുടെ പ്രതിഫലമാണ് വീണയ്ക്ക് ലഭിച്ച മാസപ്പടിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. കമ്പനിക്ക് കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന രേഖകളും പുറത്തുവിട്ടു. നിയമസഭയിൽ മാസപ്പടി വിഷയം ഉന്നയിക്കാനുള്ള ശ്രമം തടഞ്ഞ സ്പീക്കറെയും മാത്യു കുഴൽനാടൻ അതിരൂക്ഷമായി വിമർശിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ തള്ളി വ്യവസായ മന്ത്രി P. രാജീവും പിന്നീട് രംഗത്തെത്തി. മാസപ്പടി വിവാദത്തിൽ ഇതുവരെ ആരോപണങ്ങൾ ഉയർന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ. എന്നാൽ ഇന്ന് അത് ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ CMRL നൽകിയ സേവനങ്ങളുടെ പ്രതിഫലമാണ് വീണയ്ക്ക് ലഭിച്ച മാസപ്പടിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഒപ്പം വ്യവസായ നയത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളിലടക്കം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുവെന്ന ഗുരുതരമായ ആരോപണങ്ങളും മാത്യു ഉന്നയിക്കുന്നു. മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. 1000 കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ ഖനനത്തിന് 2004 UDF സർക്കാർ അനുമതി നൽകി. പിന്നാലെ കരാർ പിൻവലിച്ചു. 2004 മുതൽ LDF UDF സർക്കാരുകൾ എടുത്ത സമീപനത്തിന് വിരുദ്ധമായി CMRL വേണ്ടി പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ തിരുത്തൽ വരുത്തിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല, അദ്ദേഹത്തിന്റെ വകുപ്പല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത്? കരാർ ലഭിക്കാനായി 2016 ഡിസംബർ മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL നിന്ന് പണം എത്തി തുടങ്ങിയെന്നും മാത്യു. 20/12/2016 മുതൽ വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപ CMRL നൽകിയാണ്. 2/3/2017 ആയപ്പോൾ ഈ 5 ലക്ഷം കൂടാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 3 ലക്ഷം രൂപ വീതം വീണ്ടും CMRL കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CMRLന് പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ ഫയലുകളിൽ നേരിട്ട് പരിശോധന നടത്തി പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചെന്നും തെളിവുകൾ പുറത്തുവിട്ട മാത്യു പറഞ്ഞു. നിയമസഭയിൽ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാത്ത സ്പീക്കർക്കും രൂക്ഷ വിമർശനം. ഒരംഗത്തിന്റെ അവകാശം നിഷേധിക്കുക, ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിച തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തന്റെ നിലവിട്ട് പെരുമാറി. അതിനിടെ മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി വ്യവസായ മന്ത്രി P. രാജീവ് രംഗത്ത് വന്നു. ആരോപണങ്ങൾ സ്വന്തം മുന്നണിക്കെതിരെയുള്ള വെടിയെന്ന് P. രാജീവ് പ്രതികരിച്ചു. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉണ്ടയുള്ള വെടി തന്നെയാണ് വച്ചിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ മൈനിങ് ലീസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ആരോപണങ്ങൾക്ക് ബലം പകരുന്ന രേഖകൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടെങ്കിലും അതിനെതിരെ സർക്കാർ രേഖകൾ തന്നെ ഉയർത്തിക്കാട്ടിയാണ് വ്യവസായ മന്ത്രിയുടെയും പ്രതിരോധം. 24 തിരുവനന്തപുരം. എക്സാലോജിക്കിനെതിരായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയെ വിടാതെ പിന്തുടരുകയാണോ മാത്യു കുഴൽനാടൻ MLA? വ്യവസായ നയം CMRLന് അനുകൂലമാവാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു എന്ന ആരോപണം ഗൗരവമേറിയതാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ തുടർച്ചയായി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? ഈ ചോദ്യമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക്, പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെച്ചത്. കാണാം അതിനുള്ള പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ. കുഴൽനാടൻ്റെ ആരോപണം ശരിയാണ് എന്നുള്ളത് അയാൾ പല രേഖകൾ കൊണ്ട് കാണിക്കേണ്ടല്ലോ. ഇപ്പോൾ അന്വേഷിക്കട്ടെ, കേസ് കൊടുക്കട്ടെ. പൊളിറ്റിക്സ് മീൻസ് അങ്ങോട്ട് സർവീസ് ചെയ്യാനാണ്. ഇന്നത്തെ പൊളിറ്റിക്സ് ഇങ്ങോട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കൊറപ്ഷനെ പറ്റി ആർക്കും ഇതൊന്നും ഒരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യമേ ഇല്ല. പിണറായി വിജയൻ്റെ മോൾ ഒരു വ്യക്തിയാണ്, അവൾക്ക് ഈ കമ്മ്യൂണിസം വേണമെന്നും എല്ലാം താല്പര്യം ഉണ്ടാവില്ല. ഇന്നത്തെ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും
ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസം അല്ലല്ലോ, ഇവിടെ ക്യാപിറ്റലിസം ആണല്ലോ ഉള്ളത്. അപ്പോഴാണ് മുടക്ക് മുതലും മൂലധനം വരുന്നത്. ഇതൊക്കെ കപടങ്ങളാണ്, ഇതൊക്കെ സത്യമല്ല. ഇവർ വെറുതെ ഭരണം പിടിക്കാനും പല കുപ്രചരണം പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനെ വസ്തുതാവിരുദ്ധമായിട്ട് പറയുന്ന ഒരാളായിട്ട് പൊതുസമൂഹത്തിന്, ഞങ്ങൾ പാർട്ടിക്കാർക്കെന്നല്ല പൊതുസമൂഹത്തിന് വരെ തോന്നിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞാൽ എന്തായാലും കഴിവുണ്ടാവും. അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. ഇപ്പൊ നിയമസഭയിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, മൈക്ക് ഓഫാക്കി വെച്ചിട്ടാണ് പിന്നെ അയാളെ ഒഴിച്ചു മാറ്റാൻ നോക്കിയത്. മാത്യു കുഴൽനാടനെ പൂട്ടുന്നത് എന്തിനാ വെച്ചാൽ ഇയാൾ നല്ലോണം സംസാരിക്കുന്നു, ഇയാൾക്ക് ജനപ്രീതി ഉണ്ട്, ഇതുകൊണ്ട് മാത്രമാണ് ഇയാളെ പൂട്ടുന്നത്. ഇയാളെ കൈ ശുദ്ധമാണെന്നാണ് വിശ്വസിക്കുന്ന ആളാണ്. ഒരു DTP കഴിഞ്ഞ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഇത്രയും ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ശരിയാന്ന് തോന്നുന്നില്ല. കായംപിള്ള ആരോപണം തന്നെയാണ്. ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല, അത് പ്രതികരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് നമ്മളൊരു അഭിപ്രായം. 100% ശരിയുണ്ട്. വളരെ കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇതുവരെ കേരളം ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ മകളും ഇതുവരെ കേരളം നിയന്ത്രിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ച LDF തീരുമാനത്തിൽ പ്രതിഷേധവുമായി RJD വഹിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ തിരിച്ചു നൽകും. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നിഷേധിച്ചതിന് പിന്നാലെ വാഗ്ദാനം ചെയ്തിരുന്ന ലോക്സഭാ സീറ്റ് നൽകാത്തതിനാലാണ് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു നൽകുന്നത്. ഇന്ന് ചേർന്ന RJD സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, RJDയുടെ ആവശ്യം നേരത്തെ മുന്നണി തള്ളിയതാണ്, അത് അവരെ അറിയിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു നൽകാൻ പോകുന്നു. ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ മുന്നണി നേതൃത്വം കാണുന്നത് എങ്ങനെയാണ് അലക്സ്? റിജിത്ത്, കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണ് രാഷ്ട്രീയ ജനതാദൾ എന്നുള്ളതാണ്. നേരത്തെ തന്നെ LDFിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ അത് തീരുകയും സീറ്റ് വിഭജനം പൂർത്തിയാവുകയും ചെയ്തിരുന്നു. 15 സീറ്റിൽ CPM മത്സരിക്കാനും അതുപോലെ 4 സീറ്റിൽ CPI മത്സരിക്കാനും 1 സീറ്റിൽ കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിക്കും എന്നുമാണ് LDF തീരുമാനിച്ചത്. അത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം LDF കൺവീനർ നടത്തിയതുമാണ്. പക്ഷേ RJD നേരത്തെ തന്നെ തങ്ങൾക്ക് ലോക്സഭാ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകിയില്ലെന്ന് മാത്രമല്ല, ഉഭയകക്ഷി ചർച്ച പോലും നടത്തിയില്ല LDF എന്നൊരു വിമർശനമാണ് RJD നടത്തുന്നത്. ഇന്ന് RJDയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത്. ജില്ലാ പ്രസിഡന്റും അതുപോലെ സംസ്ഥാന ഭാരവാഹികളൊക്കെ യോഗത്തിൽ പങ്കെടുത്തു. ഇതിലാണ് LDFനെതിരെ രൂക്ഷ വിമർശനം RJD ഉന്നയിച്ചിരിക്കുന്നതും പ്രതിഷേധം അറിയിച്ചിരിക്കുന്നതും. ഈ സീറ്റ് നൽകാത്ത പശ്ചാത്തലത്തിൽ അതിൽ പ്രതിഷേധവുമായി RJD തങ്ങൾക്ക് കൈവശമിരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അവർ പറയുന്ന വിമർശനം ഇങ്ങനെയാണ്: ഉഭയകക്ഷി ചർച്ചകൾ നടത്താതെ ഈ LDF സീറ്റ് വിഭജനം നടത്തുന്നത് തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഉഭയകക്ഷി ചർച്ച നടത്തണം, ഉഭയകക്ഷി ചർച്ച വേണമെന്ന് RJD നേരത്തെ രേഖാമൂലം LDF കൺവീനറോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതും മുഖവിലേക്ക് എടുത്തില്ല. നേരത്തെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന് RJD ആവശ്യപ്പെട്ടിരുന്നു, അത് പരിഗണിച്ചില്ല. അതിനു പിന്നാലെ മുൻപ് വാഗ്ദാനം ചെയ്തിരുന്ന ലോക്സഭാ സീറ്റിൽ തങ്ങളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി നൽകിയിരുന്നു. അതും പരിഗണിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തങ്ങളുടെ കൈവശമിരിക്കുന്ന കോർപ്പറേഷൻ അതുപോലെ ബോർഡ് സ്ഥാനങ്ങൾ തിരിച്ചു നൽകാനുള്ള തീരുമാനമെന്ന് RJD വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിസ്വാർത്ഥരായ സോഷ്യലിസ്റ്റുകൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ അല്ലെങ്കിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഇടങ്ങളിൽ അവിടങ്ങളിലെ LDF MLA-മാരെ വിജയിപ്പിച്ചവരാണെന്നാണ് പറയുന്നത്. അത് മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ മറുപടിയാണ്. കാരണം കഴിഞ്ഞ LDFൽ മുഖ്യമന്ത്രി പറഞ്ഞത് സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണം, ഈ സീറ്റ് വിഭജനത്തിൽ സഹകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി LDFൽ പറഞ്ഞത്. അതിലാണ് അത്തരത്തിലൊരു പ്രതികരണം RJD നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും കടുത്ത പ്രതിഷേധം രാഷ്ട്രീയ ജനതാദൾ അറിയിക്കുന്നു. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മിഷൻ ബേലൂർ മഗ്ന ഇന്നും ഫലം കണ്ടില്ല. ആന കാട്ടിക്കുളം മണ്ണുണ്ടിക്കും ബേഗൂരിനും ഇടയിൽ വനമേഖലയിൽ തുടരുകയാണ്. മുൾപടർപ്പുകൾ നിറഞ്ഞ അടിക്കാടാണ് ദൗത്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ശാലിഗദ്ദയിലെ അജീഷിനെ മോഴയാന കൊലപ്പെടുത്തി ഇന്നേക്ക് 4-ാം നാൾ. 2 ആൾ പൊക്കത്തിലുള്ള മുൾക്കാടിനെ വകഞ്ഞുമാറ്റി ദുഷ്കരമായ ദൗത്യം തുടരുകയാണ് വനം വകുപ്പ്. പിടിതരുന്നില്ല ബേലൂർ മഗ്ന. ദൗത്യം 3-ാം നാൾ. റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത് രാവിലെ 5:15. കാട്ടിക്കുളം കുട്ട വനപാതയിലെ ഇരുമ്പുപാലത്തിന് പിറകിലുള്ള വനമേഖലയിൽ ആനയുണ്ടെന്ന് വിവരം. ആദ്യം ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിലേക്ക്, പിന്നീട് RRT സംഘം, ഇതിനു പിന്നാലെ വെറ്റിനറി സംഘം. ഇതിനിടയിൽ ആന മണ്ണുണ്ടി ഭാഗത്തേക്ക് നീങ്ങി. മയക്കുവെടി വെക്കാനുള്ള നീക്കം സജീവമാക്കി വനം വകുപ്പ്. കോളനി പ്രദേശത്തു നിന്നടക്കം ആളുകളെ മാറ്റി. പക്ഷേ ആന മറ്റൊരു ദിശയിലേക്ക് മാറി. പിന്നീട് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം. ആനയുടെ ദൃശ്യം ലഭിച്ചു. മുൾപടർപ്പ് നിറഞ്ഞ 2 ആൾ പൊക്കത്തിലുള്ള പൊന്തക്കാടുകൾക്കിടയിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദുഷ്കരമായ തെരച്ചിൽ. ആന ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ പായുന്നതും പ്രതിസന്ധി. ഒടുവിൽ കുങ്കിയാനകളെയും രംഗത്തിറക്കി. പക്ഷേ അതും ഫലം കണ്ടില്ല. 3-ാം നാളിലെ ദൗത്യം ഇരുൾ വീണതോടെ അവസാനിച്ചു. നാളെയും തുടരും മിഷൻ ബേലൂർ മഗ്ന. ദുഷ്കരമായ സാഹചര്യത്തെ മറികടന്ന്
ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വനം വകുപ്പിനും നാട്ടുകാർക്കും. ഹർത്താൽ ആചരിച്ചും പ്രതിഷേധ പ്രകടനം നടത്തിയും ജനരോഷം മറുഭാഗത്ത്. ഇന്ന് ജില്ലയിൽ കടകൾ ഭാഗികമായി അടഞ്ഞുകിടന്നു. ഒരു ഭാഗത്ത് പ്രതിഷേധം, മറുഭാഗത്ത് തുടരുന്ന ദൗത്യം. ബേലൂർ മഗ്രയ്ക്ക് നേരെ മയക്കുവെടി വയ്ക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് തീർച്ചപ്പെടുത്തുന്നു വനം വകുപ്പ്. കാട്ടിലേക്ക് മറഞ്ഞാൽ വീണ്ടും നാട്ടിലേക്കിറങ്ങാം, അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാം. അതിനാൽ ദൗത്യം നാളെയും തുടരും. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വയനാട്ടിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖനയുടെ ആകാശ ദൃശ്യം 24-ന് ലഭിച്ചു. ബേലൂർ മഖനയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടിയുണ്ട്. അതേസമയം ആനയെ ഇന്നും മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മയക്കുവെടി വയ്ക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൗത്യം നാളെയും തുടരും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആകാശ ദൃശ്യങ്ങൾ, അതിൽ മറ്റൊരു ആനയെ കൂടി കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ദൗത്യസംഘം വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്? വിവരങ്ങൾ എന്താണ് സുർജിത്ത്? റിജിത്ത്, ഇന്ന് 3-ാം ദിവസത്തെ ദൗത്യം അത് രാവിലെ 5:30 തന്നെ ആരംഭിച്ചു. 5:15 ഏറ്റവും ഒടുവിൽ സിഗ്നൽ വന്നു. റേഡിയോ കോളറിന് സിഗ്നൽ അനുസരിച്ച് വയനാട്ടിൽ നിന്ന്, അതായത് കാട്ടിക്കുളത്ത് നിന്ന് കുട്ടയിലേക്ക് പോകുന്ന, തിരുനെല്ലി വഴി കുട്ട ഭാഗത്തേക്ക് പോകുന്ന ആ പാതയ്ക്ക് അരികിലുള്ള ഇരുമ്പുപാലം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ ഒരു കോളനി ഉണ്ട്. ആ കോളനിക്ക് പിറകിലായി ആ ഉൾവനത്തിൽ ആനയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ട്രാക്കിംഗ് ടീം വനത്തിനകത്തേക്ക് കടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ മൂടൽമഞ്ഞ് മാറിയപ്പോൾ RRT സംഘവും ഒപ്പം തന്നെ ഈ വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും വനത്തിനകത്തേക്ക് ചെല്ലുന്നു. ഇതിനുശേഷം പലതവണ ആനയെ ഏതാണ്ട് ഒരു 150 മീറ്റർ വരെ അകലത്തിൽ വെച്ച് ആനയെ കാണുന്നുണ്ട്. പലതവണ 2 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് രാവിലെ 11:30-ക്കും ഒപ്പം തന്നെ വൈകിട്ട് 4:30-ക്കുമാണ് ഈ ഒരു മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഉണ്ടായത്. പക്ഷേ പ്രതിബന്ധമാകുന്നത് അടിക്കാടാണ്. അത് വലിയ പൊക്കത്തിലുള്ള അടിക്കാടാണ്, മുള്ളു നിറഞ്ഞ കാടാണ്. ആ കാടിനെ മറികടന്ന് വെടിവെക്കാൻ ശ്രമം നടത്തുമ്പോൾ ഈ ആന ഉടൻ തന്നെ കുതറി മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. സ്വാഭാവികമായും അത് ഒരു ഉചിതമായ സന്ദർഭമോ സമയമോ സ്ഥലമോ അല്ല എന്നുള്ളതാണ് പ്രതിസന്ധി. ഒരുപക്ഷെ ഈ മയക്കുവെടി പ്രയോഗിച്ചാൽ അത് ഈ കുറ്റിക്കാട്ടിൽ തട്ടി തെറിച്ച് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയാത്തത്. 50 മീറ്ററോളം അടുത്ത് ലഭിച്ചാൽ മാത്രമേ ആ ഒരു ദൗത്യം വിജയിക്കാൻ വേണ്ടി പോവുകയുള്ളൂ. അത് 50 മീറ്റർ എന്നുള്ളത് അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. മാത്രമല്ല, മറവിൽ പലപ്പോഴും ഈ ആന വേഗത്തിൽ തന്നെ കുതറി മാറുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. കുങ്കിയാനകളെ ഉപയോഗിച്ച് ചേസ് ചെയ്യാനുള്ള ശ്രമം കൂടി നടത്തി. പക്ഷേ ഈ ആന പല ഘട്ടങ്ങളിലും ഈ കുങ്കിയാനയുടെ മണം കിട്ടുമ്പോൾ തന്നെ ഇത് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ്. മറ്റ് ആനകളിൽ നിന്ന് വിപരീതമായി ഈ മോഴയാന വളരെ വേഗത്തിൽ തന്നെ സഞ്ചരിക്കുകയാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്. അതായത് 3 ഇടം, ചേമ്പുംകൊല്ലി, അതോടൊപ്പം തന്നെ ഇരുമ്പുപാലം, ഒപ്പം ഈ കോളനി പ്രദേശം, അതായത് ഈ മണ്ണുണ്ടി എന്ന് പറയുന്ന കോളനി പ്രദേശം, ഇത് ഈ സർക്കിളിൽ ആന ചുറ്റി നടക്കുകയാണ്. അതായത് 4.5 കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ഈ ആനയുടെ സാന്നിധ്യം ഉണ്ട്. പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയാകുന്നത് ഈ അടിക്കാടാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ 2 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് സാധ്യമായില്ല. പിന്നീട് ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആകാശ ദൃശ്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ 2 ആനകൾ, അതായത് ഈ മോഴയാനയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടി ഉണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് രണ്ടും ചേർന്നാണ് പലപ്പോഴും നടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യം പുറത്തു വന്നത്. ഇതാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് അടുത്ത ഒരു വെല്ലുവിളി. ഒരു ആന കൂടെ ചേരുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള വെല്ലുവിളിയായി തന്നെ വനംവകുപ്പ് കാണുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ നാളെ സ്ഥിതി മാറിയേക്കാം എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടയാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഈ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് ഈ കാടറിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, അവരെ കൂടി തെരച്ചിലിന് ഉപയോഗിക്കണം എന്നുള്ള ആവശ്യം ഈ ജനപ്രതിനിധികൾ ഉന്നയിച്ചു. അത് വനംവകുപ്പ് അംഗീകരിച്ചു. 4 പേരെ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ വളരെ നേരത്തെ തന്നെ ഈ ദൗത്യം ആരംഭിക്കാനുള്ള ശ്രമമാണ്. എന്തായാലും ആനയെ ഇന്നും മയക്കുവെടി വെക്കാൻ അനുകൂലമായ സാഹചര്യമായിരുന്നില്ല. ഇന്നത്തെ ദൗത്യവും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദൗത്യം നാളെയും തുടരും എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒരു ആകാശ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ബേലൂർ മഖനയ്ക്കൊപ്പം മറ്റൊരു മോഴയാനയെ കൂടി കാണാൻ കഴിയുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.
വയനാട്ടുകാർ പ്രതീക്ഷയിലാണ്. ദുഷ്കരമായ സാഹചര്യങ്ങളെല്ലാം മറികടന്ന് കാട്ടാനയെ വരുതിയിലാക്കാൻ വനംവകുപ്പിന് കഴിയും എന്നാണ് അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ദൗത്യം ആരംഭിച്ചിട്ട് ഇപ്പം 4 ദിവസമായി. ഇതുവരെ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനോ മൈക്കൊടി വെക്കാനോ സാധിച്ചിട്ടില്ല. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. നിർഭാഗ്യവശാൽ ഈ ആനയെ ട്രാക്ക് ചെയ്ത് അതിനെ മൈക്കൊടി വെക്കുന്നതിൽ നമുക്ക് സാധിക്കുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രതീക്ഷാ നിർഭരമായ ഒരു മുഹൂർത്തവും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. എത്രയും പെട്ടെന്ന് ഈ ആനയെ മയക്ക് വെടിവെച്ച് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. കാരണം ഈ ആന മയക്ക് വെടിവെച്ച് പിടിച്ചാലും ഇതിൻ്റെ വീണ്ടും ഉൾവനത്തിലേക്ക് വിട്ടാൽ പോലും അത് തിരിച്ചു വരുമെന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾക്കൊക്കെ ആശങ്കയാണുള്ളത്. ഫോറസ്റ്റുകാർ ഇത്രയും കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറൊരു നടപടിയും കാര്യങ്ങളും സ്വീകരിക്കുന്നൊന്നുമില്ല. ഡെയിലി വരും, 6 മണിക്ക് തുടങ്ങും, വൈകുന്നേരം ആകുമ്പോൾ അവർ മെല്ലെ വണ്ടി എടുത്ത് അവരെ മാറി അങ്ങ് പോകും. ആനേൻ്റെ ഇന്ന് മൂന്നാമത്തെ ദിവസമായിട്ട് ഇതുവരെക്കും ആനേൻ്റെ ഡ്രോണെല്ലാം പറത്തുകയാണ്. പിന്നെ സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നെല്ലാം പറയാമെന്നല്ലാതെ കണ്ട് ഇതുവരെക്കും ആനേനെ പിടിച്ചതായിട്ടോ മയക്ക് വെടിവെച്ചതായിട്ടുള്ള ഒരു വിവരവും ഇല്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഈ പ്രദേശവാസികളാണ്. ഇവരിന്ന് ഈ ടീം ഇപ്പം പോയി കഴിഞ്ഞാലും നാളെയും നമ്മൾ ആനേൻ്റെ താവളത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. പ്രതീക്ഷ മുഴുവൻ ഫോറസ്റ്റ് പിടിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം അത്രയധികം അവർ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കാടിൻ്റെ അടിക്കാടും മറ്റ് വിഷയങ്ങളൊക്കെയാണ്. അത് സാധാരണക്കാരായ ആളുകളോട് ഒരുപക്ഷെ പറഞ്ഞാൽ ഇത് മനസ്സിലായെന്ന് വരില്ല. ദൗത്യം നീളുമ്പോൾ ആശങ്കയും കൂടുന്നുണ്ട് പ്രദേശവാസികളുടെ. അവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കണ്ടത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട കോട്ടാങ്ങലിൽ പറമ്പിലെ തീകെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വയോധികന് ദാരുണാന്ത്യം. കുളത്തൂർ സ്വദേശി ബേബിയാണ് മരിച്ചത്. 94 വയസ്സായിരുന്നു. ശ്രീകുമാരൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? 5:30 മണിയോടുകൂടിയായിരുന്നു സംഭവം എന്നാണ് കൊട്ടാങ്കുളിൽ നിന്ന് നമുക്ക് പ്രാദേശിക പ്രതിനിധികൾ വിവരം നൽകുന്നത്. എന്തായാലും ആ പ്രദേശത്ത് ചപ്പും ചവറും ഒക്കെ കത്തിക്കുകയായിരുന്നു, പുല്ലുകളൊക്കെ കത്തിക്കുകയായിരുന്നു. അതിനിടയിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് കൂടി തീ പടരുന്നൊരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ഇദ്ദേഹവും അടക്കമുള്ള 94 വയസ്സുള്ള ബേബി അടക്കമുള്ള ആളുകൾ ചേർന്ന് ഇത് കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ തീ കൊണ്ട് പൊള്ളലേറ്റാണോ അതോ ശ്വാസം മുട്ടിയാണോ ബേബിയുടെ മരണം സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും ബേബി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ അവിടുത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. മൃതദേഹം ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായി തീപ്പൊള്ളലേറ്റിട്ടുണ്ട് എന്നൊരു വിവരം പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഈ തീപ്പൊള്ളലേറ്റത് തന്നെയാണോ മരണകാരണം എന്നതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പ്രദേശത്ത് ഒരു കർഷകനായിരുന്നു ബേബി എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ദാരുണാന്ത്യമാണ്. ഈ പ്രദേശത്തെ തീ അതിനുശേഷം നാട്ടുകാർ ഇടപെട്ടാണ് പിന്നീട് കുറേയധികം നാട്ടുകാർ വന്നാണ് കെടുത്തിയത്. വലിയ തീയായിരുന്നു ആ പറമ്പിൽ പൂർണ്ണമായി പടർന്നു പിടിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിൽ അവരുടെ അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട് ഓരോ വാർത്തകളുമായി ബന്ധപ്പെട്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി ബേലൂർ മക്കിന ദൗത്യവുമായി ബന്ധപ്പെട്ടാണ്. അത് നീണ്ടുപോകുന്നതിലുള്ള ആശങ്ക ഒരുപാട് പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നു. പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാനുള്ള നടപടികൾ അതിവേഗത്തിലുണ്ടാകണം എന്നുള്ള അഭിപ്രായം പൊതുവായി രേഖപ്പെടുത്തുന്നവരാണ് ഏറെയും. അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് വരികയും ചെയ്യാം. ഒപ്പം തന്നെ കർഷക സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുള്ള ഒരുപാട് കമൻറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുള്ള സമയമായിരിക്കുകയാണ്. കണ്ണൂർ കൊട്ടിയൂരിൽ പിടികൂടിയ കടുവയെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. കണ്ടപ്പനം വനംവകുപ്പ് ഓഫീസ് നാട്ടുകാർ ഉപരോധിക്കുകയാണ്. കടുവയെ വനത്തിൽ തുറന്നുവിടില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനെ തൃശ്ശൂർ മൃഗശാലയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. വൈകുന്നേരം 6:30 വരെ ഇയാൾ സംസാരിച്ച ആതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇതിനെ കണ്ണൂർ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. അത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇത് കണ്ണൂർ ഫോറസ്റ്റ് ഓഫീസിലെത്തുമോ അതിനു മുമ്പ് നെടുമ്പോയി വനത്തിൽ തുറന്നു വിടുമോ എന്നുള്ള സംശയം നമുക്ക് ബലമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനൊരു ബുദ്ധിമുട്ടും അതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ജനങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ നീങ്ങുന്നു. വളരെ പെട്ടെന്ന് എന്തായാലും കാട്ടിലേക്ക് തുറന്നുവിടാൻ പറ്റിയ ആരോഗ്യസ്ഥിതിയല്ല കടുവയുടേത്. പക്ഷേ ഇപ്പോൾ മൃഗശാലയിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം അത് ശക്തമാക്കി ഉയർത്തുന്നു നാട്ടുകാർ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അരുൺ?
റീജിത്ത്, ഈ കടുവയെ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഇതിനെ വനത്തിൽ തുറന്നു വിടരുതെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. അത്തരം ചില ആശങ്കകൾ നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വനത്തിൽ തുറന്നുവിട്ടാൽ വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് വരികയും ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിനുശേഷം ഇത് പിടികൂടി സമീപത്തെ വനം വകുപ്പ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് DFO ഉൾപ്പെടെ പറഞ്ഞത് ഇതിനെ ഉടൻ തന്നെ വനത്തിലേക്ക് തുറന്നുവിടാൻ പറ്റുന്ന സാഹചര്യമല്ല, അത്തരം ആരോഗ്യം ഈ കടുവയ്ക്കില്ല എന്ന കാര്യമായിരുന്നു പറഞ്ഞത്. ഇത് മൃഗശാലയിലേക്ക് ഉൾപ്പെടെ മാറ്റണം, അത്തരം അന്തിമ തീരുമാനം എടുക്കണമെങ്കിൽ ഇതിൽ ഡോക്ടേഴ്സിന്റെ വിശദമായ പരിശോധന റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് വനം വകുപ്പ് വിശദീകരിച്ചത്. എന്നാൽ നാട്ടുകാർ അതിൽ ഇപ്പോഴും ആശങ്ക പ്രകടിപ്പിക്കുന്നു. അതിൽ ഈ മൃഗശാലയിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഇതുവരെ എടുത്തില്ല. ഇത് പിന്നീട് ഈ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഇതിനെ വനത്തിൽ തന്നെ തുറന്നുവിടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് മുമ്പും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെ മൃഗശാലയിലേക്ക് തന്നെ മാറ്റണം, വനത്തിൽ തുറന്നുവിടില്ല എന്ന് രേഖാമൂലം വനം വകുപ്പ് അറിയിക്കണമെന്ന ആവശ്യമാണ് ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാർ അവർ പറയുന്നത്. എന്തായാലും ഇല്ലെങ്കിൽ ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരും എന്നതാണ് നാട്ടുകാരുടെ നിലപാട്. എന്തായാലും വനം വകുപ്പ് ഇതിനെ പെട്ടെന്ന് എന്തായാലും ഈ വനത്തെ ഉൾവനത്തിലേക്ക് തുറന്നുവിടില്ല, അത്തരം ആരോഗ്യം ഇല്ല, കടുവയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് രേഖാമൂലം അറിയിക്കുമോ അല്ലെങ്കിൽ അതിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകുമോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. കർഷക സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ അപ്ഡേഷൻസ് ചോദിക്കുന്നുണ്ട് ഒരുപാട് പ്രഷർ. അടുത്തത് നമ്മൾ അതിലേക്കാണ് കടക്കാൻ പോകുന്നത്. കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ചിനിടെ വ്യാപകമായ സംഘർഷമാണ് ഉണ്ടായത്. ശംഭു ജിന്ദ് അതിർത്തികളിൽ പോലീസുമായി പ്രതിഷേധക്കാർ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു. ബാരിക്കേഡ് തകർത്ത കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ് നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വൻ സുരക്ഷാ വലയത്തിലാണ് പഞ്ചാബിൽ നിന്ന് കർഷക മാർച്ച് പുറപ്പെട്ടത്. അംബാല ദേശീയപാതയിൽ പ്രവേശിച്ച കർഷക മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ പോലീസ് തടഞ്ഞു. മണിക്കൂറുകളോളം പോലീസും കർഷകരും തെരുവിൽ ഏറ്റുമുട്ടി. പോലീസിന്റെ ബാരിക്കേഡുകൾ നീക്കിയ കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു. ഹരിയാനയിലെ കുരുക്ഷേത്രയിലും പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകർ നീക്കിയത് സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. ട്രാക്ടറുകൾ 500 വാഹനങ്ങളുമായി 6 മാസത്തേക്കുള്ള റേഷനും ഇന്ധനവുമെല്ലാം കയ്യിൽ കരുതിയാണ് ഡൽഹിയിലേക്ക് മാർച്ച് നീങ്ങുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഡൽഹിയിലും ഹരിയാനയിലെ 7 ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിളകൾക്ക് മിനിമം താങ്ങുവില, ലഖിംപൂരിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് കർഷക സംഘടനകൾ നിലപാടെടുത്തു. അതിനിടെ മിനിമം താങ്ങുവിലയിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മാർച്ചിൽ പ്രശ്നമുണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചാൽ പിന്തുണയുമായി തങ്ങളുള്ളത് ഓർക്കണമെന്ന് രാകേഷ് ടിക്കായത്ത് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. കർഷകർക്ക് ഹരിയാനയിലൂടെ കടന്നുപോകാൻ അവകാശമുണ്ടെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വ്യക്തമാക്കി. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുമെന്ന് കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി. ഐതിഹാസികമായ ആദ്യ കർഷക സമരത്തിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഡൽഹി അതിർത്തികളിൽ. കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉയർത്തിയും മുള്ളുവേലികൾ സ്ഥാപിച്ചുമാണ് സമരത്തെ പ്രതിരോധിക്കാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം. സിംഗു അതിർത്തിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. ആനപ്പേടി, പുലിപ്പേടി, കടുവാപ്പേടി, കരടിപ്പേടി അങ്ങനെ വനത്തോട് ചേർന്നുള്ള മേഖലകൾ അതീവ ആശങ്കയിൽ തന്നെയാണ്. മലപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. പട്ടിക്കാട് മുള്ളിയാർകുറിശി എന്ന ഗ്രാമം കഴിഞ്ഞ കുറേ ദിവസമായി പുലിപ്പേടിയിലാണ്. വളർത്തുമൃഗങ്ങളെ ആളുകളുടെ കൺമുന്നിൽ വെച്ചാണ് പുലി കടിച്ചു കൊണ്ടുപോകുന്നത്. ആക്രമണം തുടർക്കഥയായിട്ടും പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വന്യമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങിയാൽ എന്തു ചെയ്യും? ചോദിക്കുന്നത് പട്ടിക്കാട് മുള്ളിയാക്കുറിശി നിവാസികളാണ്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഇവിടുത്തുകാർ പുലി ഭീതിയിലാണ്. കൺമുന്നിൽ നിന്നാണ് വളർത്തുമൃഗങ്ങളെ പുലി കടിച്ചു കൊണ്ടുപോകുന്നത്. ആളുകൾ തിങ്ങി താമസിക്കുന്ന മുള്ളിയാർകുറിശി ഗ്രാമം. കൂടുതൽ ആളുകളും ഈ തോട്ടത്തിൽ വളർത്തുമൃഗങ്ങളെ മേയിച്ചും ടാപ്പിംഗും ഒക്കെയായി ജീവിക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് കൺമുന്നിൽ വെച്ച് മാട്ടുമത്തോടി ഉമേറിന്റെ ആടിനെ പുലി കടിച്ചു കൊണ്ടുപോയത്. ആ ഞെട്ടൽ ഇപ്പോഴുമുണ്ട് ഉമേറിന്. മേയാൻ വിടുന്ന ആടുകൾ പലതും പുലിയുടെ ഭക്ഷണമാവുകയാണ്. പലരും പുലിയെ നേരിട്ട് കണ്ടവരുമാണ്.
വീടിന് മുൻപിൽ വരെ പുലി എത്തിയതോടെ വൈകിട്ടായാൽ പുറത്തിറങ്ങാൻ പോലും ആളുകൾ മടിക്കുകയാണ്. കുട്ടികളെയും ഒറ്റയ്ക്ക് പുറത്തു വിടാറില്ല. കുട്ടികളാണ് എല്ലാ വീട്ടിലും. ഇനിയിപ്പോൾ ആടിനെ കിട്ടില്ലേ മനുഷ്യനെ കൊണ്ടുപോകലൂടെ. എല്ലാവർക്കും പേടി. കാരങ്ങൾക്കൊക്കെ അവിടെ ഇവിടെയുള്ളൂ. ഞങ്ങൾക്കാണ് ഈ വീടുകളൊക്കെ അല്ലേ. പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നത് പതിവായതോടെ കഴിഞ്ഞയാഴ്ച വനം വകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. എന്നാൽ ഇതുവരെ പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല. ക്യാമറ മാറ്റി സ്ഥാപിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. എന്നാൽ കൂട് സ്ഥാപിച്ച് പുലിയെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിയുന്ന മുറക്ക് കൂട് സ്ഥാപിക്കുന്നതിന് അനുമതി തേടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അപേക്ഷ നൽകുമെന്ന് കാളിക്കാവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. പ്രദേശത്ത് 6 വർഷം മുൻപ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. ഉമൈറിന് പുതിയ ആടിനെ വാങ്ങണം. കുട്ടികൾക്ക് വീട്ടുമുറ്റത്ത് സമാധാനത്തോടെ കളിക്കണം. ഭീതിയിൽ കഴിയുന്ന ഈ ഗ്രാമത്തിന് വനം വകുപ്പിൽ തന്നെയാണ് പ്രതീക്ഷ. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. വളർത്തുമൃഗങ്ങളെ കൺമുന്നിൽ വെച്ച് പുലി കടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട അമ്പരപ്പിലാണ് മുല്യാർകുരിശിയിലെ നാട്ടുകാർ. പുലിയെ പിടികൂടാത്തത് കാരണം ഭയപ്പാടോടെയല്ലാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നു. കാണാം ചില പ്രതികരണങ്ങൾ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നീണ്ട് അവിടെ തിരുവനന്തപുരം ഓഫീസിലേക്ക് ഇവിടുത്തെ നാട്ടുകാർ വിളിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്ന് വളരെ പെട്ടെന്ന് കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഇതൊരു അനാസ്ഥയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പുലിനെ പിടിക്കണം തന്നെ നിർബന്ധം. ആടിന്റെ അവശിഷ്ടം കിട്ടിയാൽ തന്നെ അതിനായിട്ട് കൂടുതൽ വെച്ചിക്കണമെങ്കിൽ എന്തായാലും കിട്ടിയിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയെല്ലാം തിന്നിക്കണു. പക്ഷെ ഫോറസ്റ്റ് ഇതുവരെ വന്നു നോക്കിയിട്ടില്ല. ക്യാമറ പരിശോധിച്ചിട്ട് തന്നെ അല്ല. ഡോലിക്ക് ഒരു ഉത്തരവാദിത്തമില്ല. അതാണ് പ്രശ്നം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RCയുടെയും പ്രിന്റിംഗ് നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. പ്രിന്റിംഗ് കമ്പനിക്ക് ലക്ഷങ്ങളുടെ കുടിശ്ശിക നൽകാനുള്ളതാണ്. കഴിഞ്ഞ നവംബർ മുതൽ പ്രിന്റിംഗ് നിലയ്ക്കാൻ കാരണം. അതിനിടെ അച്ചടിക്ക് പുതിയ കരാർ നൽകണം എന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. നിലവിലുള്ളത് തന്നെ മതി എന്ന് ഗതാഗത വകുപ്പും പറയുന്നു. ഏതാനും ദിവസങ്ങൾക്കകം പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഗതാഗത മന്ത്രി നിയമസഭയിൽ ഇന്ന് പറഞ്ഞത്. 8 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഗതാഗത വകുപ്പിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ സ്വന്തം ലൈസൻസും RCയും ലഭിക്കാതെ വഴിമുട്ടിയത്. ലൈസൻസിന്റെയും RCയുടെയും അച്ചടി കരാറിൽ ഗതാഗത വകുപ്പുകൾക്ക് 2 നിലപാടായതോടെ വിഷയം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്താനാണ് സാധ്യത. അച്ചടിക്കുള്ള കരാർ മാറ്റാൻ സ്വകാര്യ കമ്പനികൾ ചരടുവലി നടത്തുന്നുവെന്ന ആരോപണം ശക്തമാണ്. ചില സ്വകാര്യ കമ്പനികൾക്കായി ധനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ കരാർ മാറ്റി നൽകുന്നതിന് വാശി പിടിക്കുന്നെന്നും ആരോപണമുണ്ട്. 5 വർഷത്തെ കരാറിൽ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ആണ് കാർഡുകൾ അച്ചടിക്കുന്നത്. ഇത് ലംഘിച്ച് പുതിയ കരാർ നൽകിയാൽ വിഷയം കോടതി കയറും. ഇങ്ങനെ പോയാൽ നിലവിലുള്ള പ്രതിസന്ധി ഇനിയും നീളാനാണ് സാധ്യത. ഞങ്ങൾ RC ബുക്ക് കിട്ടാത്ത കാരണം ഞങ്ങൾക്ക് ഇൻഷുറൻസ് പുതുക്കാൻ പറ്റുന്നില്ല. വണ്ടികളുടെ പണികൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വണ്ടി എവിടെയെങ്കിലും തട്ടേ മുട്ടേ ചെയ്താൽ അതിൻ്റെ പേപ്പർ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. RT ഓഫീസിൽ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ പൈസ അടയ്ക്കാത്തത് കൊണ്ട് അവർ ഇത് അടിച്ചു കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. നവംബർ 27-നാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും RCയുടെയും അച്ചടി നിലച്ചത്. അച്ചടിച്ച് നൽകുന്ന കമ്പനിക്ക് കുടിശ്ശിക ആയതോടെയാണ് ലൈസൻസ് വിതരണം നിന്നത്. 66 ലക്ഷം രൂപയാണ് കുടിശ്ശികയെന്നും ഇത് ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്നും ഗതാഗത മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ഒരു 3-4 അടി പ്രിന്റിംഗ് തുടങ്ങിയാൽ 3-4 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളിത് കൊടുക്കും. പിന്നെ നമ്മൾ ധനകാര്യ വകുപ്പിനെ ബുദ്ധിമുട്ടിക്കില്ല. ഇതിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചാൽ അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയം വരും. തപാലുകാർ പറയും ഞങ്ങളുടെ പൈസ എന്ന് പറയും. അത് കുഴപ്പമുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങ് പറഞ്ഞതുപോലെ ഈ അടിച്ചു തീരുന്ന മുഴുവൻ കാർഡുകളും അതാത് RTO ഓഫീസിലേക്ക് അടിയന്തരമായി എത്തിച്ചു കൊടുത്ത് വിതരണം ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും. നവംബർ മുതൽ 4 ലക്ഷം ലൈസൻസും 5 ലക്ഷം RCയും അച്ചടിക്കാതെ കിടക്കുകയാണ്. ടാക്സി പെർമിറ്റുകൾ എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സാധാരണക്കാർ. ഒരു താത്കാലിക രേഖ പോലും ലഭ്യമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ലെന്നും മാസങ്ങളായി കാത്തിരിക്കുന്നവർ പറയുന്നു. ഇനിയും അച്ചടി പുനരാരംഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ കാലങ്ങളെടുത്തേക്കും. 60 രൂപ പോലും ഒരു കാർഡിന് ചിലവാകാത്തപ്പോൾ തന്നെയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് 200 രൂപ മുതൽ ഫീസായി ഈടാക്കുന്നത്. ഫീസും അടച്ച് കാർഡിനായി കാത്തിരിക്കുന്നത് ലക്ഷങ്ങളാണ്. ഉടനടി ശരിയാക്കുമെന്ന് പറയാതെ ഇവർക്കൊക്കെ കൃത്യമായി മറുപടി നൽകേണ്ട ഉത്തരവാദിത്തം അത് വകുപ്പിനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.
പൊതുജനം കഴുതയല്ല സാർ. കുടിശ്ശിക തീർക്കുന്നതിന് പകരം പുതിയ കരാറിനെ ചൊല്ലി ധനവകുപ്പും ഗതാഗത വകുപ്പും അധികാരവടംവലി തുടരുമ്പോൾ വലയുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ്. ഏകദേശം 8 ലക്ഷത്തോളം പേരാണ് ലൈസൻസിനും ആർസിക്കുമായി കാത്തിരിക്കുന്നത്. കേൾക്കാം അവർക്ക് പറയാനുള്ളത്. നവംബർ മുതൽ ഇന്ന് വരെയുള്ള ഇത്രയും ആപ്ലിക്കേഷൻ കൊടുത്തതിൽ ഒരു ലൈസൻസ് പോലും വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ഓഫീസിൽ നിരന്തരം ഈ കസ്റ്റമർ വന്ന് ചോദിച്ചു, അവർ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. നമുക്കിത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർ ചോദിക്കുന്നത് നമ്മൾ അടച്ചില്ല എന്നാണ് അവരുടെ പരാതി. ലൈസൻസ് പുതുക്കാൻ കൊടുത്തിട്ട് ഞാൻ ഏകദേശം 2-2.5 മാസത്തോളമായി. സ്വന്തമായിട്ട് നമ്മൾ ഫീസ് അടച്ചാണ് റെസിപ്റ്റ് എല്ലാം കയ്യിൽ വെച്ചിട്ടാണ്. പക്ഷേ ഇന്ന് വരെയും നമുക്ക് ലൈസൻസ് എന്നുള്ള സാധനം കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും ആരെങ്കിലും കാണിക്കണമെങ്കിലും ഈ ലൈസൻസ് വളരെ ഒരു ഉപകാരപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് നമുക്ക് തിരിച്ച് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ലൈസൻസിന് അപേക്ഷിച്ചിട്ട് 3 മാസമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. ലൈസൻസ് ഇതുവരെ പോസ്റ്റ് വഴി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇന്ന് പോലീസ് പിടിച്ചാലും എടുത്ത് കാണിക്കാനായിട്ട് ഒരു പ്രൂഫ്, വണ്ടി ഓട്ടിക്കാനുള്ള ലൈസൻസിൻ്റെ കാണിക്കാനൊരു പ്രൂഫ് നമ്മളെ കയ്യിലില്ല. ഒരുപാട് പാവപ്പെട്ടവരുടെ ബുക്ക്, RC ബുക്കുകളും പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ്, ലൈസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ബ്ലോക്കായി കിടക്കുകയാണ്. അതിന് മാക്സിമം നിങ്ങൾ അതുപോലെ തന്നെ പുതിയ റീടെസ്റ്റുകൾ, എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഇല്ലാത്ത പൈസ മുടക്കി ഒരുപാട് കാശുകൾ മുടക്കി പിന്നെ റീടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നു. റീടെസ്റ്റ് ഒന്നും ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല. പതിവ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളുടെ വസ്തുത എന്താണെന്ന് പരിശോധിക്കുകയാണ്. ഇനി കാണാം വ്യാജൻ. 50ഉം 15ഉം കൂട്ടിയാൽ 73 എന്നാണ് ഉത്തരമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു എന്ന തരത്തിലൊരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രചരിക്കുന്ന വീഡിയോയിലെ വാസ്തവം എന്താണ് എന്ന് പരിശോധിക്കാം. 50ഉം 15ഉം കൂട്ടിയാൽ 73 എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുവെന്ന അവകാശവാദത്തോടെയാണ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പലരും പ്രചരിപ്പിക്കുന്നത്. അങ്കിത് എന്ന യൂസർ 2024 ഫെബ്രുവരി 11 50+15=73 എന്ന തലക്കെട്ടിൽ എക്സിൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ പൂർണ്ണ രൂപം കണ്ടെത്തി. ഫെബ്രുവരി 8 ഒഡീഷയിൽ നിന്നും ഛത്തീസ്ഗഡിലേക്ക് നടന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. റായ്ഗഡ് എന്ന സ്ഥലത്ത് നടന്ന പൊതുയോഗത്തിലെ പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ OBC, SC, ST ജനസംഖ്യയുടെ ശതമാനം കണക്കുകൂട്ടി പറയുന്നതാണ് വീഡിയോ. ഇത് രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. യൂട്യൂബ് വീഡിയോയിൽ 4 മിനിറ്റിന് ശേഷം രാഹുൽ ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രചരിക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഭാഗം വരുന്നത്. രാജ്യത്ത് 50% ജനങ്ങളെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. 15% ദളിതരാണ്. 8% ആദിവാസികളാണ്. 50+15+8=73 എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. 8% आदिवासी कितने हुए बताओ? 50, 15 और 8 कितना हुआ? 73, 73. പ്രസംഗത്തിൽ നിന്നും 8 എന്ന് പറയുന്ന ഭാഗം മുറിച്ചുമാറ്റിയാണ് പ്രചരിപ്പിക്കുന്നത്. 36 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്ന് ചില ഭാഗങ്ങൾ മുറിച്ചെടുത്ത് തെറ്റായ വ്യാഖ്യാനം നൽകി പ്രചരിപ്പിക്കുകയാണെന്നും ഇതോടെ വ്യക്തമായി. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് കൂടി വളരെ വേഗത്തിൽ നമുക്ക് കിടക്കേണ്ടതുണ്ട്. VC നിയമനത്തിനായി പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് കാർഷിക സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനാലാണ് നടപടി. പ്രോ ചാൻസലറായ കൃഷിമന്ത്രിയും തീരുമാനത്തെ അനുകൂലിച്ചു. അതേസമയം കോൺഗ്രസ് അംഗങ്ങൾ പ്രതിനിധിയെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. VA ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, വിവരങ്ങൾ എന്താണ്? രാജ്യത്ത് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട സെനറ്റ് യോഗത്തിലാണ് ഇത്തരം തീരുമാനമുണ്ടായത്. കഴിഞ്ഞ തവണ സെനറ്റ് യോഗം ചേർന്നെങ്കിലും മതിയായ കോറമില്ലാത്തതിനാൽ ഈ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഈ സെനറ്റിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ചേർന്ന സെനറ്റ് യോഗത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന കാർഷിക സർവകലാശാല തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ സർവകലാശാല ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനാൽ തന്നെ ഗവർണറുടെ ആവശ്യം അംഗീകരിക്കേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ സർവകലാശാല സെനറ്റ് തീരുമാനിച്ചത്. പ്രോ ചാൻസലറായ കൃഷിമന്ത്രിയും ഈ തീരുമാനത്തെ അനുകൂലിക്കുകയായിരുന്നു. എന്നാൽ 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രതിനിധി വേണം എന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കാർഷിക സർവകലാശാല എത്തിച്ചേർന്നത്. അറിയിച്ചത് ശരി. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുന്നു.